മധുര സംഗീതമായി സ്വർഗ സങ്കീർത്തനങ്ങൾ പാടി വചന സാക്ഷ്യമേകാൻ ഹൃദയമാം വീണയിൽ മധുര സംഗീതമായി സ്വർഗ സങ്കീർത്തനങ്ങൾ പാടി വചന സാക്ഷ്യമേകാൻ ഹാർട്ട് ഓഫ് ഹെവൻ ഹാർട്ട് ഓഫ് ഹെവൻ ഹാർട്ട് ഓഫ് ഹെവൻ ഹാർട്ട് ഓഫ് ഹെവൻ. ഹാർട്ട് ഓഫ് ഹെവനിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്നാണ് ലൂക്കായുടെ സുവിശേഷം പറയുന്നത്. തീർച്ചയായും ലോക നേട്ടങ്ങൾ ലാക്കാക്കാതെ ദൈവത്തെ അറിയാൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഇന്നത്തെ ഹാർട്ട് ഓഫ് ഹെവൻ ഈ ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. നാം എല്ലാവരും മനുഷ്യൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഭയപ്പെട്ടു പോകുന്നവരാണ്. എന്നാൽ കർത്താവ് പറയുന്ന വചനമുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ 25-ാം തിരുവചന ഭാഗത്ത് നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ്, എന്നാൽ കർത്താവിൽ വിശ്വസിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. ആമേൻ. നമ്മളെല്ലാവരും കർത്താവിൽ സുരക്ഷിതരാകണമെങ്കിൽ കർത്താവിൽ വിശ്വസിക്കണം. മനുഷ്യനെ ഭയപ്പെടേണ്ട, പ്രതികൂലങ്ങളെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇന്ന് ഈ പരിശുദ്ധ വചനം അനന്ത അഭിഷേകവും ശക്തിയും പകരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണല്ലേ ഏതൊരു കാര്യവും നമ്മൾ ആരംഭിക്കേണ്ടത്, അല്ലേ? അപ്പൊ നമുക്ക് ഹാർട്ട് ഓഫ് ഹെവൻ നല്ലൊരു ഗാനത്തിലൂടെ, ഒരു ദൈവസ്തുതിയിലൂടെ ആരംഭിച്ചാലോ? അതെ, നമ്മുടെ എല്ലാ എപ്പിസോഡുകളും ആരംഭിക്കുന്നത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടൊരു ഗാനം പാടിയിട്ടാണ്. വീണ്ടും ഈ എപ്പിസോഡ് നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻമുഖമെൻ ഹൃദയത്തിൽ ആനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്വിയും നിൻമുഖമെൻ ഹൃദയത്തിൽ ആനന്ദമേ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കരത്തിൽ ആശ്ലേഷം പകരുന്നു ബലമെന്നിൽ. ആരാധ്യൻ യേശുപരാ,
ആനന്ദമേ, ഹൃദയത്തിൽ ആനന്ദമേ, ഹൃദയത്തിൽ ആനന്ദമേ. രജയ, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ എന്താ പറയുക, ദൈവത്തിലേക്ക് നമ്മൾ അങ്ങോട്ട് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഫീലാണ് അല്ലേ? ആ ഒരു വല്ലാത്തൊരു ലോകത്തേക്ക് നമ്മൾ എത്തിപ്പെട്ടൊരു അനുഭവം. അല്ല, നമ്മൾ പാട്ട് പാടുമ്പോൾ യേശുവിൻ്റെ കരങ്ങൾ നമ്മെ സ്പർശിക്കുന്ന അനുഭവം നൽകുന്ന ആ ഒരു ഗാനമാണ്. കരത്തിന്റെ ആശ്ലേഷം കിട്ടിയ പോലെ തന്നെയാ തോന്നുന്നത്. അതെ അതെ തീർച്ചയായിട്ടും. അതെ, തീർച്ചയായും ഈ ഗാനം കേട്ട ശ്രോതാക്കൾക്കും ഒപ്പം നമ്മൾക്കും യേശുവിൻ്റെ സ്നേഹം പൊതിഞ്ഞു പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഓക്കെ, തീർച്ചയായിട്ടും ഹാർട്ട് ഓഫ് ഹെവനിലൂടെ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ഓരോ അതിഥികളുടെയും ജീവിത അനുഭവങ്ങളും സാക്ഷ്യങ്ങളുമെല്ലാം നിങ്ങളുടെ മനസ്സുകളിൽ മാനസാന്തരത്തിൻ്റെ ഒരു തരിയെങ്കിലും വരുത്താൻ കഴിഞ്ഞാൽ തീർച്ചയായും ഞങ്ങൾ കൃതാർത്ഥരായി. ഹാർട്ട് ഓഫ് ഹെവനിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന അതിഥി ഏകദേശം 30 വർഷക്കാലമായി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വചനപ്രഘോഷകനും അതുപോലെ തന്നെ ഗുഡ്നസ് ഫെലോഷിപ്പ് സ്റ്റേറ്റ് പ്രസിഡന്റുമായ ബ്രദർ പീറ്റർ പട്ടരുമഠം. അദ്ദേഹത്തെ ക്ഷണിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം. ഒത്തിരി സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബ്രദർ പീറ്റർ പട്ടർമഠം. Praise the Lord. Praise the Lord. പീറ്റർ ബ്രദർ, എന്നാണ്ട് വിശേഷം? വളരെ സുഖം. രാജിന് സുഖമാണോ? ആ, സുഖമായിരിക്കുന്നു. ഒത്തിരി നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടുക അല്ലേ? ഏറ്റവും കുറേ കൺവെൻഷനിൽ രാജു എൻ്റെ കൂടെ പാടിയിട്ടുണ്ട്. അതെ 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 അതെ. ഓക്കെ, നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒത്തിരിയേറെ കാര്യങ്ങൾ അങ്ങയിൽ നിന്ന് ചോദിച്ചറിയാനുണ്ട്. നമുക്ക് ഇരുന്ന് സംസാരിച്ചാൽ Yes. ഒരിക്കൽ കൂടി ഹാർട്ട് ഓഫ് ഹെവനിലേക്ക് സ്വാഗതം. പീറ്ററുടെ ഒത്തിരി സന്തോഷം ഈ വേദിയിൽ കണ്ടുമുട്ടാൻ ദൈവം ഇടവരുത്തിയതിന് നന്ദി പറയുന്നു. എന്നുണ്ട് വിശേഷമൊക്കെ പറയൂ. രാജുവിനെ ഏറ്റവും ഒടുവിൽ കാണുന്നത് എടത്തുവ പള്ളിയിൽ വെച്ചാണ്. നമ്മൾ എടത്തുവയിൽ ഒരു കൺവെൻഷനിൽ അതെ, ഞാൻ പ്രാസംഗികനായിട്ട് വന്നപ്പോൾ രാജുവാണ് ഓർഗൻ വായിച്ചത്. വളരെ മനോഹരമായിരുന്നു. നമ്മളെ ഇത്രയും പൊക്കിയൊന്നും പറയരുത്. രാജുവിനെ ഒരിക്കലും മറക്കില്ലാത്ത ഒരാളാണ്. കൊല്ലത്തെ സോണിയും എടത്തുവയിൽ രാജുവിനെ ഒരിക്കലും മറക്കില്ല. താങ്ക് യു വെരി മച്ച്. നല്ല വാക്കുകൾക്ക് നന്ദി. ശരിക്കും പറഞ്ഞതിന് എനിക്ക് ഒരുപാട് അത്ഭുതം തോന്നി. കാരണം പീറ്റർ ബ്രദറിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ കാര്യം ഏകദേശം ഒരു 19 വർഷക്കാലം വളരെ സജീവമായ കരുത്തുറ്റ ഒരു നക്സൽ പ്രവർത്തകനായിരുന്നു അല്ലേ? അതെ. അതിനുശേഷം ദൈവത്തിലേക്ക് എത്തുന്നു. ഇതിൽ ഒരു എങ്ങനെയാണ് ഈ ഒരു വരവ്? അതിനെന്തെങ്കിലും പ്രത്യേക ഒരു ഇൻസിഡൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഞാൻ 19 വർഷക്കാലം നക്സൽ പ്രസ്ഥാനത്തിലായിരുന്നു. നക്സൽ പ്രസ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്ക് 54 നക്സൽ ഗ്രൂപ്പുകൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആ കാലത്ത്. ഞാൻ പഠിക്കുന്ന കാലമായിരുന്നു, കോളേജിൽ പഠിക്കുന്നത്. പഠിക്കുമ്പോൾ ഞാൻ കോളേജിലെ യൂണിയൻ 2 വർഷം അടുപ്പിച്ച് കോളേജ് യൂണിയൻ്റെ ചെയർമാനായിരുന്നു. അപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്തയാണ് ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ നക്സൽ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ചിന്ത.
അത് ചെറുപ്പം മുതലേ മനസ്സിലുണ്ടായിരുന്നതാണ് അങ്ങനെ കോളേജിൽ പഠിക്കുന്ന കാലം, PDCക്ക് പഠിക്കുന്ന കാലം മുതൽ. അതെന്താണ് അങ്ങനെ ഒരു ചിന്ത, മനോഭാവം ഉണ്ടാകാൻ കാരണം എന്താണ്? കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ കൂടുതൽ വായിക്കുക, കൂടുതൽ അന്വേഷിക്കുക, കൂടുതൽ കാര്യങ്ങൾ രാഷ്ട്രീയമായി അറിയണം എന്നുള്ള ജിജ്ഞാസ വളർന്നു വരുന്നത് ആ കാലഘട്ടത്തിലാണ്. അത് പിന്നെ നമ്മൾ 8, 9, 10 പഠിക്കുമ്പോൾ വിദ്യാർത്ഥികളാണ്. കോളേജ് വന്നപ്പോൾ കുറച്ചും കൂടെ പക്വതയായി അറിവ് കൂടുതൽ നേടണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി. അപ്പോൾ എനിക്ക് ഈ ഇടത് വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. കാരണം അവർ ഈ തെരഞ്ഞെടുപ്പും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നീങ്ങുന്നത് കൊണ്ട് ഞാനൊരു വിപ്ലവ ചിന്താഗതിക്കാരനാണ്. ഒരുപാട് വായിക്കായിരുന്നു, ഒത്തിരി വായിക്കായിരുന്നു. ആദ്യമായി ഞാൻ വായിക്കുന്ന അമ്മ നോവലാണ്. അത് ചോർമാൻ കാശി അന്ന് കോളേജ് യൂണിയൻ ചെയർമാൻ എന്നുള്ള നിലയിൽ കോളേജിൽ നിന്ന് പൈസ തന്നു വിട്ടു. ഞാൻ ഊണ് പോലും കഴിക്കാതെ ചായ പോലും കുടിക്കാതെ അമ്മ പുസ്തകം മേടിച്ചുകൊണ്ട് വായിച്ചുകൊണ്ട് ട്രെയിനിൽ വരുവാണ്. അന്ന് പോലെ എൻ്റെ വായനക്കാരനാണ്. ഇപ്പോഴും വായിക്കുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് അല്ലേ? ഗുഡ്നസ് TV പ്രേക്ഷകർക്ക് ഒരു സന്തോഷ വാർത്ത. ഗുഡ്നസ് ടെലിവിഷൻ ഇനി മുതൽ സാറ്റലൈറ്റിൽ മാത്രമല്ല OTT പ്ലാറ്റ്ഫോമിലും ലഭ്യമാണ്. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ഗൂഗിൾ TVയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. ഗുഡ്നസ്, സ്റ്റേ വിത്ത് ഗോഡ്. ഈ വായനാശീലമുള്ളവരെല്ലാവരും വിപ്ലവകാരികളായി തീരുവാൻ സാധ്യതയുണ്ടോ? സ്വാഭാവികമായി വായിക്കുന്ന ആളുകളൊക്കെ 2 തരത്തിലാണ് ചിന്തിക്കുന്നത്. ഒന്ന് വലതുപക്ഷ ചിന്ത, ഒന്ന് ഇടതുപക്ഷ ചിന്ത. ഇങ്ങനെ 2 ചിന്തയേ ഉള്ളൂ. അതിനിടയ്ക്ക് വേറെ ചിന്തയില്ല. വലതുപക്ഷത്തേക്ക് പോകണമെന്നുള്ള ചിന്തയുണ്ട്, ഇടതുപക്ഷത്തേക്ക് പോകണമെന്നുള്ള ചിന്തയുണ്ട്. സ്വാഭാവികമായും വിദ്യാർത്ഥിയായിരിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വലതുപക്ഷത്തേക്ക് പോകണമെന്നുള്ള ചിന്തയല്ല എന്നെ സ്വാധീനിച്ചത്. കൂടുതൽ ഇടതുപക്ഷത്തേക്ക് പോകണമെന്നുള്ള ചിന്തയായിരുന്നു അന്നുണ്ടായത്. അതെന്തുകൊണ്ടാണ്? എന്താണ് അതില്? സത്യം പറഞ്ഞാൽ ഞാൻ ഒരു നല്ല കത്തോലിക്ക കുടുംബത്തിലാണ് ജനിച്ചത്. എൻ്റെ ഇച്ചാച്ചൻ മരിക്കുന്നവരെയും പള്ളിയിലെ കപ്പേരായിരുന്നു. പള്ളിയിലോട്ട് അത്രയും സ്വാധീനം ഉണ്ടായിരുന്നു. പള്ളിയിലെ പാട്ട് പാടുന്ന മെയിൻ ആള് ഞാനായിരുന്നു. ഓർഗൻ വായിച്ചുകൊണ്ട് എൻ്റെ നേരെ മൂത്ത ചേട്ടൻ കൊച്ചിൻ കോർപ്പറേഷൻ്റെ അക്കൗണ്ടൻ്റ് ആയിരുന്ന ആളാണ്. അപ്പോൾ ഞങ്ങളുടെ കുടുംബം തന്നെ വളരെ നന്നായിട്ട് ഭക്തിയോടുകൂടി ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു. അപ്പനും അമ്മയും അതേ ഒരു രീതിയിലാണ് വളർത്തിയിരുന്നത്. പക്ഷേ അതിന് വ്യത്യസ്തമായി ചിന്തിക്കുന്ന 8 മക്കളിൽ ഏക മകൻ ഞാനായിരുന്നു. വളരെ സജീവമായ നക്സൽ പ്രവർത്തകനായിരുന്നു എന്ന് പറഞ്ഞു. ഇടതുപക്ഷ ഭാഗത്തോട് കുറച്ച് കൂടുതലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നീട് എങ്ങനെയാണ് ഈ നവീകരണത്തിലേക്ക് വന്നത്? അത് ഞാൻ ഈ നക്സൽ മൂവ്മെൻറ്റിൽ നിന്നും പിന്നീട് ഇടതുപക്ഷ മൂവ്മെൻറ്റിലേക്ക് മാറി. അല്ലെങ്കിൽ ഞാൻ CPIയിലോ CPM-ലോ ചേർന്നില്ല. അന്ന് മൂന്നാമത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയിൽ RSPയിലാണ് ചേർന്നത്. അന്ന് RSPയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ബേബി ജോണുമായിട്ട് നേരിട്ട് സംസാരിച്ചപ്പോൾ എന്നെ RSPയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്നെ സ്വാഗതം ചെയ്തു. അത് ചെറിയ ഘടകങ്ങളിൽ നിന്ന് നിർത്തി എന്നെ മുകളിലേക്ക് തന്നെയാണ് പ്രൊമോട്ട് ചെയ്തത്. അങ്ങനെ ഇരിക്കുന്ന സമയത്തിലാണ് എൻ്റെ RSP സുഹൃത്തുക്കളായ ഗോപിനാഥൻ നായർ ഉൾപ്പെടെയുള്ള ആളുകൾ ഡിവൈനിൽ വന്ന് ധ്യാനം കൂടി. ഞാൻ കത്തോലിക്കനാണെങ്കിലും ഞാൻ പോയില്ല. എൻ്റെ സുഹൃത്തുക്കളായ ഈ ഗോപിനാഥൻ നായരും ശങ്കരപ്പിള്ളയൊക്കെ ഇവിടെ വന്ന് ധ്യാനം കൂടി. ഒരു നായേഴ്സ അവരോട് വന്ന് ധ്യാനം കൂടി കഴിഞ്ഞ് എന്നോട് വന്ന് പറയണേ, സഖാവെ ഡിവൈനിലൊരു ധ്യാനം കൂടണം. ധ്യാനം കൂടിയ പാർട്ടിയിൽ നിന്ന് വളർന്നതല്ല, നല്ല കമ്മ്യൂണിസ്റ്റുകാരനാകാം. മനസ്സ് നല്ല ക്ലിയറായിരിക്കും, വഞ്ചനയില്ലാത്ത, ചതിവില്ലാത്ത, അങ്ങനെ നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനാകാം എന്ന് പറഞ്ഞു. ഞാൻ അതിന് വലിയ വിലയൊന്നും കൊടുത്തില്ല. എന്നാലും എൻ്റെ നേരെ മൂത്ത ചേട്ടൻ്റെ ഭാര്യയും അവർ നല്ല കരസ്മാറ്റിക്കാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ജോൺ. കൊച്ചിൻ കോർപ്പറേഷനിലെ അക്കൗണ്ടൻ്റ് ആയിരുന്നു, ഇപ്പോഴും ഉണ്ട്. ശരി, പറയൂ. അവർ നല്ല കരസ്മാറ്റിക്കായിരുന്നു. ചേട്ടൻ്റെ വീട്ടിൽ കയറി താമസത്തിന് എന്നെയും ഭാര്യയും മകനെയും വിളിച്ചപ്പോൾ ഞങ്ങളവിടെ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് 5-6 പള്ളിയിൽ, പാലാ രൂപതയിലെയും എറണാകുളം രൂപതയിലെയും വിജയപുരം രൂപതയിലെയും കോട്ടയം രൂപതയിലെയും 4 രൂപതയിലെ അച്ഛന്മാർ അവിടെയുണ്ട്. അവർ ഭയങ്കരമായിട്ട് പ്രാർത്ഥനയാണ്, കരസ്മാറ്റിക് പ്രാർത്ഥനയാണ്. ഞാനും ഭാര്യയും വേറൊരു മുറിയിൽ ഈ വാതിൽ ഒളിഞ്ഞ്
തുറന്ന് ഒളിഞ്ഞിരുന്ന് കേൾക്കുക. ഇതെന്താ കണ്ണ് പറയുന്നതെന്നുള്ള കേട്ട്. ഒരു അപ്പൊ ഈ ആകാംക്ഷ. അച്ഛന്മാരും അവിടെ കൂടിയിരിക്കുന്ന ആളുകളെല്ലാം കൂടെ സന്തോഷം കൊണ്ട് കരയുക. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നിങ്ങൾക്കെല്ലാം മാനസിക രോഗം ആരംഭിച്ചു. കാരണം ഒരു സന്തോഷമുള്ള ദിവസം ഇരുന്നോണ്ട് കരയുക. ഒരു പരിഹാസത്തോടു കൂടിയാണ് ഞാൻ അതിനെ കാണാൻ കണ്ടത്. പറ്റിയത് അല്ലേ? അപ്പോൾ അന്നേരം എൻ്റെ ചേട്ടൻ്റെ ഭാര്യ പറഞ്ഞു, ചേട്ടത്തി പറഞ്ഞു, ബാബു നീ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞല്ലോ, നീ താമസിയാതെ തന്നെ പോട്ടയിൽ പോവുകയും ചെയ്യും, ഡിവൈനിൽ പോവുകയും ചെയ്യും, ധ്യാനം കൂടുകയും ചെയ്യും, നിനക്ക് മാനസാന്തരം ഉണ്ടാവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഞാനത് അന്നൊന്നും അംഗീകരിച്ചില്ല. പക്ഷേ പിന്നീട് ഈ എൻ്റെ കൂട്ടുകാർ പറഞ്ഞ ഹിന്ദുക്കൾ 2 പേര് എന്നോട് പറഞ്ഞ പോയി ഒന്ന് അവർ ധ്യാനം കൂടി ധ്യാനം ഒന്ന് പോകണമെന്ന് പറഞ്ഞു. അവിടെ ഭയങ്കര അത്ഭുതങ്ങളാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. പ്രാർത്ഥന നടക്കുന്നതല്ല ഇവർ പറഞ്ഞ്, അവിടെ ഭയങ്കര അത്ഭുതങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞു. ഈ അത്ഭുതം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ഒരു തിരിച്ചറിയാം. പരീക്ഷണാർത്ഥം ആണ് പോയത് അല്ലേ? 1995 ഓഗസ്റ്റ് മാസം 4-ാം തീയതിയാണെന്നാണ് എൻ്റെ ഓർമ്മ. അത് ധ്യാനം കൂടാൻ വന്നു. ഒറ്റയ്ക്കാണോ വന്ന് ജീവിതം? ഒറ്റയ്ക്കാണ് വന്നത്. വേറെ ആരും അറിയരുതല്ലോ, രഹസ്യമായിട്ട് പറഞ്ഞു. ഞാൻ പഴയ നെക്സലല്ലേ, അപ്പോൾ ആരും അറിയാതെ അവിടുന്ന് പോകുന്നത്. ഇവിടെ വന്ന് കയറിയതല്ലേ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ വരാനൊരു കാരണമുണ്ട്. എനിക്ക് സൊറാസ് ഈ ദേഹ കട്ടത്ത് പൊട്ടുക, ഈ ഇവിടെ ഈ കുഴിയുള്ളിടത്ത് പൊട്ടുക, നേരെ ഓപ്പോസിറ്റ് പൊട്ടി വൃണമായി ചൊറി പൊട്ടി ഇങ്ങനെ അടുകി ജലം ഒഴുകുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഞാൻ ഒരുപാട് വിദഗ്ധരായ ഡോക്ടർമാരെ കാണുകയൊക്കെ ചെയ്തു. അപ്പോൾ ബേബി ജോണിൻ്റെ ഭാര്യ അന്നമ്മ ചേച്ചിയുടെ ബന്ധത്തിൽപ്പെട്ട ഒരാളാണ് തൊടുപുഴയിലെ ഡോക്ടറുണ്ട്, ചാഴിക്കാട് ജോസ് ചാഴിക്കാട്. അദ്ദേഹമാണ് അദ്ദേഹം ഒന്നിൽ കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ പോയി ബിരുദാനന്തര ബിരുദം എടുത്തിട്ടുള്ള ഡോക്ടറാണ്. എന്നെ നന്നായിട്ട് അറിയാം. ബേബി സാറിന്റെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്നുള്ളത് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എനിക്ക് നല്ല ചികിത്സ തരുള്ളൂ. അപ്പോൾ അവിടെ ചെന്ന് എന്നോട് ഈ ജോസാർ പറയാണ്, നിന്റെ ഈ രോഗം ഒരു രോഗമല്ല, ഇത് നിന്റെ ചിന്തകളുടെ ഫലമായി നിന്റെ രക്തത്തിൽ അസിഡിറ്റി കൂടി വരുന്നു, ആസിഡിന്റെ അംശം കൂടി വരുന്നു. നീ ഒരു വല്ലാതെ ചിന്തിക്കുന്നു, അതുമൂലം ഉണ്ടായിട്ടുള്ള രോഗമാണ്. അതിന് മരുന്നില്ല. ഒരു വിപ്ലവ ചിന്ത രക്തത്തിലൂടെ അതിന് മരുന്നില്ല. അതിന് ഏറ്റവും നല്ല മരുന്ന് ഞാൻ പറയാം, പക്ഷേ നീ എൻ്റെ അടുത്ത് ചൂടാകരുതെന്നോ. ഡോക്ടർ ജോസ് പറയാണ്, അമേരിക്കയിൽ പോയി, അദ്ദേഹത്തിന്റെ ചേട്ടൻ ഇപ്പോഴും അമേരിക്കയിലെ ഒരു പ്രശസ്തനായ സയന്റിസ്റ്റാണ്. പുള്ളി പറയാണ്, നീ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടരുത്, ഇതിന് ഏറ്റവും നല്ല മരുന്ന് ഡിവൈനിൽ പോയി ധ്യാനം കൂടുക. ഡോക്ടറും പറഞ്ഞു. എനിക്കത് ഈ കേട്ടപ്പോൾ തന്നെ ഈ ഡോക്ടർക്കും യാതൊരു വിവരവും ഇല്ല. ഡോക്ടർക്കും വിവരമില്ലേ? ഡിവൈനിൽ പോയി ധ്യാനം കൂടെ രോഗം പോകുന്നു. ട്രീറ്റ്മെന്റ് ചെയ്താൽ ഏത് രോഗം മാറാത്തല്ലേ? അതെ, നമ്മുടെ ബുദ്ധിക്ക് അങ്ങനെയാണ്. അതെ, പക്ഷേ അദ്ദേഹത്തിന് ഡോക്ടർ പറയാണ്, നീ ഡിവൈനിൽ പോയി ധ്യാനം കൂടിയാൽ നിന്റെ രോഗം പോകും. കാരണം നിന്റെ രോഗം അങ്ങനത്തെ രോഗമാണ്. ശരി, ഏതായാലും ഞാൻ ഡോക്ടർ പറഞ്ഞ കാര്യവും എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ ചേട്ടൻ്റെ ഭാര്യ പറഞ്ഞത് എൻ്റെ മനസ്സിലുണ്ട്. ശങ്കരപ്പിള്ളയും ഗോപിനാഥൻ നായരും പറഞ്ഞത് എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഇത് വെച്ചോണ്ടാണ് ഞാൻ വരുന്നത്. അങ്ങനെ ഡിവൈനി വന്നു. ഞാൻ ഏറ്റവും ഫ്രണ്ടിലത്തെ 3ാമത്തെ നിരയിരുന്നാണ് ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ധ്യാനത്തിന് വരുമ്പോൾ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ രജിസ്ട്രേഷൻ സമയത്ത് അങ്ങ് ഈ ഒറിജിനൽ പേരാണോ കൊടുത്തത്? പീറ്റർ പട്ടർ ഉണ്ടെന്ന് തന്നെയാണ്. അത് ഹൈഡ് ചെയ്തില്ല. ഈ പേര് പഠിക്കുന്ന കാലം പോലെ തന്നെ പ്രശസ്തമായ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പേരായിരുന്നു പട്ടർമുട്ട സഖാവ് എന്ന് പറഞ്ഞാൽ. ശരി, പറയും. അപ്പോൾ അങ്ങനെ തന്നെ കയറിയത്. ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ ഇത് ഞാൻ കേൾക്കും കാണുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. എന്താണ് ഈ അത്ഭുതം നടക്കുന്നത് നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അല്ല, ഞാൻ പ്രാർത്ഥനയൊക്കെ നമുക്ക് കത്തോലിക്ക കുടുംബത്തിൽ കപ്പയേറ്റ മകനും ആയതുകൊണ്ട് എല്ലാം നമുക്കറിയാം. പ്രാർത്ഥന എല്ലാം കേട്ടിട്ടുണ്ട്, ബൈബിൾ വായിക്കാറുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇവിടെ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയാനാണ് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു വ്യാഴാഴ്ച ദിവസം ആയപ്പോഴത്തേക്ക് PJ ആന്റണിയുടെ പ്രസംഗത്തിന്റെ അവസ്ഥ തകർപ്പൻ പ്രസംഗമാണ്. ഉഗ്രം പ്രസംഗം. അത് നല്ല ഒന്നാന്തരം കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ചൂടൻ പ്രസംഗം. അത് എൻ്റെ കസേരയിൽ എന്നെ ഇരുത്താൻ PJയുടെ ആക്ഷൻ ഡയലോഗും ഒന്നും സമ്മതിച്ചില്ല. അദ്ദേഹത്തിന്റെ സ്വരവും ഗാംഭീര്യതയും ആ വാക്കുകളെല്ലാം ഭയങ്കരമാണ്. ഈ സമയത്താണ് സത്യം പറഞ്ഞാൽ എനിക്ക് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഈ മുറിവുകളിലൂടെയുള്ളതായ വെള്ളം ഒഴുക്ക് നിന്നു.
ഓ ഓ praise അത് the Lord. ശരി ആ ഒഴുക്ക് നിന്നു. വെള്ളിയാഴ്ച ശനിയാഴ്ച ദിവസമാണ് ധ്യാനം കഴിഞ്ഞ് പോകുന്നത്. ആ സമയത്തിൻ്റെ മുറിവൊക്കെ ഉണങ്ങി. അത് ശരി ആഹാ. Praise അങ്ങനെയാണ് എൻ്റെ ഈ മാറ്റം ഉണ്ടായത്. അപ്പം നമ്മൾ തപ്പി നടന്നത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് തപ്പി നടക്കാൻ വന്നതാണ്. അതെ അതെ അതെ. പക്ഷേ അത് നമുക്ക് തന്നെ ആ മാറ്റത്തിന് കാരണമായി. മാറ്റത്തിന് കാരണമായി. നമ്മളിലേക്ക് അത് തന്നെ പി ജെ ആന്റണിയുടെ പ്രസംഗം കേട്ടിട്ടുണ്ട്. Yes, yes. പി ജെ ആന്റണിയുടെ ഈ സാക്ഷ്യത്തിലാണ് എനിക്ക് വന്ന ഹീലിംഗ്. Yes.